ഹായ് വെൽക്കം ടു ഹെംസ് വ്ലോഗ്സ് കേരള. ഹായ്. ഈ കഴിഞ്ഞ ജൂലൈ 21 കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പ്രസവിച്ച് കിടന്നിരുന്ന ഒരു അമ്മനായെ ആരോ അടിച്ചിട്ട് അതവിടെ വയ്യാതെ കിടക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ എത്തിയ ആളെ എണ്ണിപ്പിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി, പക്ഷേ ആൾക്ക് എണ്ണീറ്റ് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവളെ ഞാനെടുത്ത് വണ്ടിയിൽ കയറ്റി. അന്നേരം ഇവളുടെ കുഞ്ഞുങ്ങളെ എന്നെ ഇൻഫോം ചെയ്ത ആ ഇത്ത തന്നെ അവരുടെ വീട്ടിൽ സേഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങളെയും ഞാൻ ഇവളുടെ ഒപ്പം എടുത്തു. അതിനുശേഷം ഇവളെ ഞാൻ കൊല്ലത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ആരോ അടിച്ചിട്ട് ഇവളുടെ കഴുത്തിൽ ഒരു പൊട്ടലുണ്ടെന്ന് മനസ്സിലായി. ആ ഒരു അടിയുടെ ആഘാതത്തിലാണ് ഇവളുടെ ശരീരത്തിൻ്റെ മുൻഭാഗം ഇങ്ങനെ തളർന്നു പോയത്. ഏറ്റവും വിഷമം തോന്നിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ നാവും ഇവൾക്ക് അനക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിറ്റ് വെള്ളം കുടിക്കാനോ എന്തെങ്കിലും കഴിക്കാനോ ഇവൾക്ക് സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ ഒന്നിനും ഫലം കണ്ടില്ല. ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ അവൾ പോയി. ഇതൊക്കെ കൊണ്ടാണ് ഈ സമൂഹത്ത് ഈ തെരുവ് നായ ശല്യം വർദ്ധിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള തെരുവ് നായ്ക്കൾ കണ്ടിട്ട് അപ്പം അതിൻ്റെ പ്രതികരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമായിട്ട് അതിന് മാറുകയാണ്. ഈ നമുക്ക് മാറുന്നതിനുപരി ആ തെരുവ് നായ്ക്കൾ നമ്മളെ ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട്. ഈ ഭയം കൂടിയിട്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതും കൂടെ അങ്ങനെ വരുന്നുണ്ട്. കാരണം ഇതിനെ നമ്മൾ ഒരുമിച്ച്, അതായത് ഈ തെരുവ് നായ്ക്കളെല്ലാം കൂടെ ഒരുമിച്ച് അതിനെ നേരിടണം എന്നുള്ള ഇത് വെച്ചിട്ടാണ് അതെല്ലാവരും ഇങ്ങനെ വഴി കൂടെ പോകുമ്പം പിന്നെ ആൾക്കാരെ കടിക്കാനും ഉപദ്രവിക്കാനും ഓട്ടിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അതിനെയും നമ്മളുടെ ഈ സമൂഹം ഒരുപാട് അവഗണിക്കുകയും ഇതൊക്കെ ചെയ്യുന്നു. കാരണം അതിന് പറയാനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നേ, നമ്മുടെ തമിഴ്നാട്ടിലൂടെ സംഭവിച്ചതാണ്. ഒരു കൊച്ചുകുട്ടിയെ ഒരു അമ്മ അതായത് പ്രസവിച്ച് കളഞ്ഞിട്ട് അവിടെ പോയി. പക്ഷേ അവിടെ തെരുവ് നായ്ക്കളെല്ലാം അതിനെ വേറെ ആൾക്കാർ വരുന്നത് വരെ അതിനെ നോക്കി അവിടെ തന്നെ അതിൻ്റെ 4 ചുറ്റും ഉണ്ടായിരുന്നു. അതിനെ ഒന്നും ചെയ്തില്ല. അതിൻ്റെ കാരണം പറഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാരൊന്നും ഈ തെരുവ് നായ്ക്കളെ ഉപദ്രവിക്കാറില്ല. അതിന് വേണ്ട രീതിയിൽ ആഹാരം കൊടുക്കുകയും അതിനെ ഉപദ്രവിക്കാറില്ല എന്നുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അവിടെ അധികം ആൾക്കാർ ഓവറായിട്ട് അതിനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യാറില്ല. അതേപോലെ നമ്മൾ നല്ലതായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അത് പിന്നെ എല്ലാം എന്ന് പറയുന്നില്ല, ഇതിപ്പോൾ മനുഷ്യരിലും ഉണ്ടല്ലോ പേ പിടിച്ച ആൾക്കാർ. അതേപോലെ പട്ടികളിലും പേ പട്ടിയല്ല, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിക്കാനുള്ള ഇൻറ്റൻഷനുള്ള പട്ടികളുണ്ടാവും, തെരുവ് നായ്ക്കളുണ്ടാവും. അതിൽ മെജോറിറ്റി നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ടുള്ളതിനെ മാത്രം എടുത്ത് ദൂരെ കളയുക, അല്ലെങ്കിൽ ആ പ്രവണതയുള്ള ആ ഗ്യാങ്ങിലുള്ളതിനെ എടുത്ത് കളയുക, അല്ലെങ്കിൽ അതിനെ എവിടെയെങ്കിലും മാറ്റുക. അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെൻറ്. അപ്പോൾ അതിനൊക്കെ എവിടെയാണ് സമയം? ഇവിടെ ഉള്ള കാര്യങ്ങളെ പക്ഷേ ഒരു കാര്യം നമ്മളിതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പം വരുന്ന ഒരു പിന്നെ വിപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഗവൺമെൻറ് ഇത് ചെയ്യാതെ വരുമ്പോൾ അത് നമ്മൾ അതിൻ്റെ രീതിയിൽ ഇതിനെ എങ്ങോട്ടെങ്കിലും മാറ്റി പിന്നെ അതായത് അഗ്രസീവായിട്ടുള്ള കുറച്ച് ഇതുണ്ടാവും, അതിനെ മാത്രം പിടിച്ച് അതിനെ അവിടെ നിന്ന് ഇത് ചെയ്യുക, മാറ്റുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മനുഷ്യരുടെ ഭാഗത്തു നിന്നും കുറച്ചൊക്കെ പിന്നെ മനുഷ്യൻ അതിനോട് കാണിക്കണം. നമ്മൾ മനുഷ്യരായിട്ട് അതിനോടൊരു കൈൻഡ്നെസ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഏൻഷ്യൻ്റ് ഈ നാടൻ പട്ടിയായിരുന്നാലും ഈ പട്ടികളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ സംഗത സഹചാരിയാണ്. എത്രയോ 10,000 വർഷങ്ങൾക്ക് മുമ്പ് മുതലേ മനുഷ്യനുണ്ടായ കഴിഞ്ഞ് എത്രയോ കാലം മുതൽ ഈ നായ്ക്കളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ സംഗത സഹചാരികളാണ്. സോ അതിനെ നമ്മൾ വേണ്ട രീതിയിൽ എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെ അതിനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. അതിൻ്റെ വിദഗ്ധന്മാരുണ്ട്, അതിൻ്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അത് നിവർത്തിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു പരിധി വരെ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ തെരുവുനായ ശല്യം ഭയങ്കരമായിട്ട് രൂക്ഷമായി വരികയാണ്. പക്ഷേ അതിനൊരു സൊല്യൂഷനാണ് കണ്ടുപിടിക്കാനുള്ളത്. അല്ലാതെ അതിനെ കൂട്ടത്തോടെ കൊന്നുകളയും. അതും പിന്നെ ഈ പ്രപഞ്ചത്തിൽ വന്നു ചേർന്ന ഒരു ജീവിയാണ്. മനുഷ്യനെ അതിനെ നല്ല രീതിയിൽ അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അതിനെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ അതിനെ ഉപദ്രവിക്കുക, അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇത് ചെയ്യുക, ഉപദ്രവിക്കുക, അതിനെ കല്ലെടുത്തെറിയുക, അടിക്കുക, കൊല്ലുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ള പട്ടികളും അത് നമുക്ക് എഗെയിൻസ്റ്റ് ആവും. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ അതിൻ്റെ എക്സ്പേർട്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് അതിന് ഇനിഷ്യേറ്റ് എടുത്തിട്ട് അതിനൊരു തീരുമാനം എടുക്കുക, അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഓൾ. മറ്റൊരു വിഷയമായിട്ട് കാണാം. ബൈ.